അമ്മൂസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അഗെയിൻ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ബാംഗ്ലൂർക്കാണ്. അപ്പം ഞാനുണ്ട്, അശ്വനുണ്ട്. നമ്മൾ കുഞ്ഞുമണി ഇത്തവണ ഇല്ല കേട്ടോ, നമ്മൾ കാറിനാണ് ഇത്തവണ പോണത്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ബാംഗ്ലൂർ പോയി, പക്ഷെ അതിൻ്റെ വ്ലോഗ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ഓർത്ത് എന്തായാലും വ്ലോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ബാംഗ്ലൂർക്ക് നമുക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. എസ്പെഷ്യലി അശ്വൻ എനിക്ക് തോന്നുന്നു 10 കൊല്ലം, നിയർലി 10 കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ജോലിയൊക്കെ ആയിട്ട്. എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ഞാൻ അവിടെ ഒരു 4 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി പോലുള്ള ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ കഴിഞ്ഞ തവണ നിങ്ങൾ ഊട്ടി വ്ലോഗ് ഞങ്ങൾ പോയപ്പോൾ ചെയ്തില്ലേ, അതിനകത്തുള്ള സെയിം ഫ്രണ്ട്സ് തന്നെ. അപ്പോൾ ഇത്തവണ നമ്മൾ വേറെ എങ്ങോട്ടും പ്ലാൻ ചെയ്തില്ല, കാരണം ടൈം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് പോവാണ്. 2 ദിവസം ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അങ്ങനെ ബാംഗ്ലൂർക്കുള്ള യാത്ര ഏറെക്കുറെ ഇവിടെ തീരാറായിട്ടുണ്ട്. നമ്മൾ രാവിലെ 2 മണിയായപ്പോൾ ഇറങ്ങിയതാട്ടോ. അപ്പം എക്സ്പ്രസ് ഹൈവേ വഴി ആയതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ഇങ്ങനെ എത്തിയ പോലെ തോന്നി. എറണാകുളം ടു ബാംഗ്ലൂർ കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ണൂർ ടു അവിടെ ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു, പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അപ്പോൾ നമ്മളൊരു വീട് ആക്ച്വലി റെൻറ്റിന് എടുത്തു. എയർബിഎൻബിയിൽ നമ്മൾ ബുക്ക് ചെയ്തു ഒരു നൈറ്റിലോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും വരിക ചെയ്തേ. അപ്പോൾ ആനന്ദേട്ടൻ്റെ ഫാമിലി, അനു പിള്ളേരും വന്നില്ല, ആനന്ദേട്ടൻ മാത്രമാണ് വന്നത്. അപ്പോൾ അവർക്കൊരു മോനുണ്ടല്ലോ, ചെറുതല്ലേ ആള്, അപ്പോൾ അതുകൊണ്ട് അനു വന്നില്ല. പിന്നെ ലയ ചേച്ചിയും ഹാരിച്ചേട്ടനും ഉണ്ടായിരുന്നു. ആദിക്കുട്ടനെ വീട്ടിലിരുത്തി. അവർ ബാംഗ്ലൂരാട്ടോ, ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് ഹാരിച്ചേട്ടനും ലയ ചേച്ചിയും. ആനന്ദേട്ടൻ കോഴിക്കോട് നിന്നാണ് വന്നത്. നമ്മളിതാ കണ്ണൂരിൽ നിന്നും വന്നു. അപ്പോൾ ആദ്യം തന്നെ വന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണല്ലോ ബാംഗ്ലൂർക്ക് പോകുന്നത് ആക്ച്വലി. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ലോഫിലാണ് പോയത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അമ്മു സുബിൻ എന്നാണ്, സെർച്ച് ചെയ്താൽ കാണാം. അങ്ങനെ അവിടുന്ന് നല്ലോണം ഫുഡ് തട്ടിയിട്ട് നമ്മൾ നേരെ അടുത്ത ഷോപ്പിംഗ് സ്പോട്ടിലോട്ട് പോയി. അപ്പോൾ മാൾ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു മാളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡ്രസ്സ്, ഷൂസ്, അങ്ങനെ നമ്മൾ മോസ്റ്റ്ലി ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ ഷോപ്പ് ചെയ്യുക ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷോപ്പ് ചെയ്തു. സെഫോറയിൽ കയറി. ഞാൻ സെഫോറയിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് ആദ്യമായിട്ടായിരുന്നു ഞാൻ സെഫോറയിൽ പോകുന്നത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. സൂപ്പറാ. നമ്മൾ പുറത്തിറങ്ങി നേരെ കണ്ട പാനിപ്പൂരി കടയിൽ കയറിയിട്ട് നിറച്ച് പാനിപ്പൂരി കഴിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് പാനിപ്പൂരി മോമോസും. അത് നല്ലോണം കഴിച്ചു. ഹലോ, അങ്ങനെ നമ്മൾ രാവിലെ വന്ന് 2 മണിക്ക് എഴുന്നേറ്റ് വന്നോന്നറിയാലോ, നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്ന് ആദ്യത്തെ ട്രിപ്പ് ഷോപ്പിങ്ങും കുറച്ച് ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. സെറ്റായി നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തെ ഫുഡ്. അടിപൊളിയായിട്ടോ, ബാംഗ്ലൂർ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എല്ലാ വർഷവും വരുന്നില്ല, വരുമ്പോൾ എന്തായാലും ഇവിടെ വരും 2-3 ദിവസത്തിന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഓർത്ത് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാം, നല്ല ക്ഷീണമുണ്ട്. 2 മണിക്ക് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഉറങ്ങിയിട്ടില്ലല്ലോ മര്യാദയ്ക്ക്. അപ്പോൾ അതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ട്. അപ്പം വൈകിട്ട് നമ്മൾ പബ്ബിൽ പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമണി ഇല്ലാത്ത ടൈമിലാണല്ലോ നമുക്ക് അവിടെ പിള്ളേരെല്ലാം അവിടെ അല്ലല്ലോ. അപ്പം ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രിപ്പ് പോകുമ്പോൾ കുഞ്ഞുമണീനെ അങ്ങനെ കൊണ്ടുപോകാത്തത്. അതായത് അവളെയും കൊണ്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് ടൈമും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ എപ്പോഴും കുഞ്ഞുമണി ഇല്ലാതെ നമുക്ക് എങ്ങോട്ടും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അവിടെ ആരും വേറെ ഇല്ലല്ലോ നമുക്ക് കൊണ്ട് നിർത്താനൊക്കെ. അതിന് അത്യാവശ്യ ഘട്ടങ്ങളിലുണ്ട്, അല്ലാതെ ഇങ്ങനെ. അപ്പം കിടന്നുറങ്ങി ഒന്ന് ഫ്രഷായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ബാംഗ്ലൂർ പഴയ പോലെ അല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഞാൻ എന്നാ പോയിട്ടിപ്പോൾ ഒരു 4-5 കൊല്ലമായില്ലേ. ഞാൻ 2016 ബാംഗ്ലൂർ വന്നതാണ്. 2016 ബാംഗ്ലൂർ വന്നു. 2020 ന്യൂസിലാൻഡിൽ വന്നു. 4 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അന്നിപ്പോൾ കിടക്കട്ടെ, ഇനി കിടന്ന് എഴുന്നേറ്റിട്ട് കാണാം. ഹലോ, അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടുണ്ട് നൈറ്റ്.
പബ്ബിൽ പോകാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ മിന്ത്രേന്ന് ഓർഡർ ചെയ്താ കേട്ടോ. നല്ലതാണ്. ഒരു ഷോർട്ട് ഡ്രസ്സ് പോലെ, ഒരു ഫ്രോക്ക് പോലെ, കുറച്ച് നൈറ്റല്ലേ, കുറച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് എന്താണെങ്കിലും. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറായിരിക്കും ഉള്ളത്. നമ്മളെല്ലാം റെഡി ആയിട്ട് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ചെന്നിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കില്ല, എന്നാലും ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഗ്ലിംസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പബ്ബിൽ പോകുന്നതിന് തൊട്ട് മുന്നേ വേറൊരിടത്തും കൂടി കയറി. ഇതൊരു പബ്ബ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫുഡ് അടിപൊളി ഉണ്ട്, ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കയറി. ഇവിടെ നിന്നാണ് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആക്ച്വലി മഹിമയുടെ കല്യാണത്തിന് വന്നായിരുന്നു കേട്ടോ. ആനന്ദേട്ടൻ്റെ വൈഫ് ആനും എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയായിരുന്നു ഒന്ന്. പിന്നെ സൺബേൺ യൂണിയനിലാണ് നമ്മൾ പോയത്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 2. അപ്പോൾ ബാംഗ്ലൂരിലത്തെ 2ാമത്തെ ദിവസമാണെന്ന്. ഇന്നലെ നമ്മൾ DJക്കൊക്കെ പോയിട്ട് വന്ന് ഒരു 12:30 ആയപ്പോഴത്തേനും കിടന്നു. രാവിലെ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ ഈ റൂമിൽ നിന്ന് ചെക്കൗട്ടാണ്. ഇനി നമ്മൾ ഹാരിമോൻ്റെ ഒക്കെ വീട്ടിൽ പോകും. പിന്നെ അല്ലറ ചില ഷോപ്പിങ്, ഫുഡിങ്, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ബാക്ക് ടു കണ്ണൂർ പോകും. കുന്നുമണി നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ബാക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം എന്താ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആദ്യം പോയത്. അപ്പോൾ പൊടി ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചത്. എനിക്ക് അവിടുത്തെ പൊടി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊടി ഇഡ്ഡലി കഴിച്ചു. അതിനുശേഷം ആക്ച്വലി നമ്മൾ കുറേ ഷോപ്പിങ്ങിന് പോയിട്ടോ. കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടി ഷോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഫുഡ് മാത്രമാണല്ലോ കാണിക്കുന്നത്, ഷോപ്പിംഗ് കാണിക്കുന്നില്ലല്ലോ എന്ന്. ഷോപ്പിംഗ് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തില്ല. എന്താ പറ്റുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലോട്ടും യൂട്യൂബിലോട്ടും വീഡിയോ മാറി മാറി എടുത്തപ്പോൾ 2 രീതിയിലാണല്ലോ എടുക്കുന്നത്. അപ്പോൾ കൂടുതലും അതിലോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഒത്തിരി എടുത്തില്ല കേട്ടോ ഷോപ്പിംഗ് വീഡിയോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നത് ബാർബിക്യൂ നേഷനിലാണ്. അൺലിമിറ്റഡ് ഫുഡായിരുന്നു കേട്ടോ. ബൊഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ കയറിയതാണ് അവിടെ. ഞാൻ തിരിച്ച് ന്യൂസിലാൻഡിന് വരുന്നതിന് മുന്നേ, അതായത് ബാംഗ്ലൂർ വെച്ചിട്ട് അവിടെ പോകുമായിരുന്നു. അപ്പോൾ അൺലിമിറ്റഡ് ഫുഡല്ല, അപ്പോൾ ഒരുപാട് നമ്മൾ കഴിക്കുമല്ലോ. പക്ഷേ അത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റി ആക്ച്വലി ഇപ്പോൾ ആർക്കും ഇല്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് കുത്തി കയറ്റി ഫുഡ് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബാർബിക്യൂ ആയിട്ട് പ്രോൺസാണ് നമ്മൾ കൂടുതലും കഴിച്ചത് കേട്ടോ. പക്ഷെ നല്ല ഫുഡായിരുന്നു. പിന്നെ മെയിൻ അധികം നമ്മൾ കഴിച്ചില്ല. പകരം നമ്മൾ ഡെസേർട്ട് കുറച്ച് അധികം കഴിച്ചു. തിരിച്ചു വന്നിട്ട് ഡയറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഹാരിമോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ അന്ന് തിരിച്ചു പോകുന്നത് കൊണ്ടും നമ്മൾ ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാരിമോൻ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹാരിമോൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇതാട്ടോ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു ഏരിയ. അപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 അതായത് അച്ഛനും ഹാരിമോനും ആനന്ദേട്ടനും അവരുടെ ബാക്കി കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോകും. ഞാനും ഡയ ചേച്ചിയും ബാക്കി ഞങ്ങളുടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഹാരിച്ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ 3 പേരും തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു സ്പായ്ക്ക് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ നെയിൽസൊക്കെ എനിക്കൊന്ന് റിമൂവ് ചെയ്യണമായിരുന്നു. കല്യാണം പ്രമാണിച്ച് നമ്മൾ നെയിലൊക്കെ ചെയ്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഏകദേശം 1 മന്തായി. അപ്പോൾ ജെൽ നെയിൽ പോളിഷ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം. കുറച്ച് അലച്ചിലായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അടിപൊളി സെഷനായിരുന്നു കേട്ടോ. ഞാൻ പേര് മറന്നുപോയി ആ പാർലറിൻ്റെ. അങ്ങനെ നെയിലും എല്ലാം റിമൂവ് ചെയ്ത് അടിപൊളിയായിട്ട് ഇറങ്ങി. അപ്പോൾ തിരിച്ച് എന്നെ ലയ ചേച്ചി കൊണ്ടുവരാൻ വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ അടുത്തുള്ള ശാന്തി നികേതൻ മാളിൽ പോയി. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഏറെക്കുറെ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന മാളൊക്കെ ആട്ടോ ഇത്. പക്ഷെ ഒരുപാട് എന്താ പറയുക, ഡെവലപ്ഡായി അന്നത്തേക്കായാലും മാത്രം. അപ്പോൾ ആ ഓണ സീസൺ ആയതുകൊണ്ട് അവിടെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഹാരിമോൻ്റെ ലയ ചേച്ചിയുടെ മോനാണ് ആദിക്കുട്ടൻ. കുഞ്ഞുമണിയുടെ സെയിം ഷേപ്പില്ലേ. ഞാൻ എപ്പോഴും പറയും ഇവർ ഇരട്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇവരുടെ സ്വഭാവങ്ങളും ഈവൻ അവരുടെ ഷേപ്പും എല്ലാം സെയിം ആട്ടോ. 2 പേരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും
ഒരേപോലെ ഇരിക്കും. ഞാൻ ഇവരുടെ ഒരു പിക്ക് ഇവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ശരിയാണല്ലോ ഇവർ ഇരട്ടകളാണല്ലോ എന്ന്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇവരുടെ ക്യാരക്ടേഴ്സിന് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ലയ ചേച്ചിയുടെ വീട്ടിൽ പോയി. ഇതാണ് അവരുടെ വീട് കേട്ടോ. അപ്പം ഹാരി ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് അക്വേറിയം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ആൾ പുറത്തേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയമാണിത്. അടിപൊളിയായിരുന്നു. ഇത് അവരുടെ ഇൻറ്റീരിയർ ആട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ക്ലിക്ക് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ അന്ന് അവിടെ കിടന്നുറങ്ങി. നമ്മളിതാ തിരിച്ച് പോരുവാണ്. ഗുഡ് ബൈസ് എപ്പോഴും ഹാർഡാന്ന് പറയുന്നത് കറക്റ്റല്ലേ. അപ്പം എല്ലാവർക്കും വിഷമമായിരുന്നു പോരാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മൾ കാർ കിടക്കുന്നിടത്ത് ഹാരിമോൻ നമ്മളെ കൊണ്ടുവിടും. അവിടെ നമ്മൾ നമ്മുടെ കാറെടുത്ത് വീട്ടിൽ പോകും. ഹലോ, അങ്ങനെ നമ്മള് ബാംഗ്ലൂർ വന്ന് 2 ദിവസം അടിച്ച് വിളിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങി ഇതാ ഇപ്പം തിരിച്ചു പോവാണ്. ഇപ്പം 3rd ഡേ മോർണിംഗ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 7 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ണൂരെത്തും, വീട്ടിലെത്തും. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലായിരുന്നു. ഇതാ ഇവിടെ ഒരാളിങ്ങനെ ഫ്രണ്ട്സിനെ പിരിഞ്ഞ് വിഷമത്തിരിക്കുന്നു. എല്ലാവരെയും മിസ് ചെയ്യും. അപ്പം ഇനി അടുത്ത വരവിൽ നമ്മൾ കഴിഞ്ഞ വരവ് ബാംഗ്ലൂർ വന്നു, ഈ വരവ് വന്നു. സോ ഹോപ്പ്ഫുള്ളി അടുത്ത വരവിലും നമ്മളിനി ബാംഗ്ലൂർ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ബാംഗ്ലൂർ യാത്രാ വിശേഷങ്ങൾ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വൈകിട്ടായപ്പോഴത്തേനും വീട്ടിലെത്തുമ്പോഴുള്ള രംഗം ഇതായിരുന്നു കേട്ടോ. കുന്നുമണി നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. പാവം തോന്നി, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ അവൾ ഞാൻ നോക്കിയപ്പോൾ അത് എന്തോ പൊക്കി പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെ കണ്ടിട്ടോ. അപ്പോൾ എന്തായാലും അതാ അങ്ങനെ ഫൈനലി എത്തി നമ്മൾ. അപ്പോൾ വെൽക്കം ബാക്ക് എന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.